ഒറ്റ മൂത്തില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചേച്ചി ചിലപ്പോൾ നന്ന എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കും. മൈൻഡ് പോലും ചെയ്യണ്ട, അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. ആ കാണണം അമ്മ കേട്ടോ, പേടിക്കണ്ട. അമ്മ ഞാൻ സ്നേഹിക്കണം പെൺകുട്ടി, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ മോളെ. ഒന്നിങ്ങോട്ട് വാ. എടാ, ഞാൻ പറഞ്ഞില്ലേ പ്രേമിക്കുന്ന ഞാന്. അയ്യോ നല്ല മോള്. ചേച്ചി കൊള്ളാമോ? മോളെ പേരെന്തായിരുന്നു? മീനു. അച്ഛന്റെ പേര് സഹദേവൻ. മോളെ വീട് എവിടെയാ? എടപ്പാള്. ഇപ്പൊ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്? നാളെ കല്യാണം കഴിക്കാം, രജിസ്റ്റർ മാരേജ് അമ്പലത്തില് മാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബൊക്കെ മാല ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ മാല ബുക്ക് ചെയ്തല്ലാവോ? നമ്മള് തമ്മിൽ ഇഷ്ടമാണ്, നമുക്ക് പിരിയാൻ പറ്റില്ല. പോന്നോട്ടെ, നമുക്ക് കേറ്റാം വീട്ടിലേക്ക്. അമ്മേ, ഞാൻ ഇതേപോലെ ഇറങ്ങി വന്ന നിങ്ങൾ സഹിക്കോ? ഇറങ്ങിപ്പോയ സഹിക്കോ? ചേച്ചി ചേച്ചി ഒരേ പ്രായത്തിനനുസരിച്ച കളിയാ കളിക്കാം. മോളെ നിനക്ക് എത്ര വയസ്സായി? ഇന്നലെ 18 വയസ്സായി. ആവാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അല്ലേ? മോളെ, ഇവന്റെ കൂടെ നീ എന്തായിരുന്നിട്ട് ഇറങ്ങി പോണത്? എന്താ ചേച്ചി? ഇവന് വല്ല ജോലിയുണ്ടോ? ജോലി എനിക്ക് ആവുമല്ലോ. എന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ 2-3 സ്ഥലത്ത് ഇന്റർവ്യൂവിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. നിന്റെ അമ്മേനെ ഓർത്തോ നീ? നിന്റെ അച്ഛനെ ഓർത്തോ? അച്ഛനില്ല. എന്നിട്ടാ നീ ഇങ്ങനെ ചെയ്തേ? പറ, എന്നിട്ടാണോ മോളത് ചെയ്തേ? ചേച്ചി ഇപ്പൊ എന്താ ഉദ്ദേശം? നീ മിണ്ടരുത്, നീ മിണ്ടി പോവരുത്. 8 പൊട്ടും അറിയാതെ പെൺകുട്ടിനെ വിളിച്ചോടൊന്നും പോരാ. വിവരമില്ലായ്മക്ക് നിന്റെ ബുദ്ധി പോലെ എനിക്ക് എത്രയെന്നറിയാം. ഹോമം ചേച്ചി, നമ്മൾ 4 വർഷമായിട്ട് പ്രണയത്തിലാണ്. നമുക്ക് പരസ്പരം പിരിയാൻ പറ്റൂല. നമുക്ക് അത്രക്കും ഇഷ്ടം. ഇവനോട് അകത്ത് പോ. അമ്മ ഇവനോട് അകത്ത് പോയെ. ഞാനോട് സംസാരിക്കട്ടെ. പോ അമ്മേ. അതാ ചേച്ചി പറയും. എന്താ ചേച്ചി? ആ മോമ്പ ചെല്ല്, ചെല്ല്. നീ പോരെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. വന്ന് ചേച്ചി അത് പറയടാ. ശരി അമ്മ വാ, ചേച്ചി ചോദിക്കട്ടെ. വാ വാ മോളെ, നീ ഇതെന്തറിഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നത്? അവനൊരു ജോലിയുണ്ടോ? അവൻ ഇപ്പോഴല്ലേ പഠിച്ചിറങ്ങിയത്. നിന്നോട് അവന് ജോലി ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? പൊട്ടെ പൊട്ടെ പൊട്ടെ, ചേച്ചി ഒന്നും പറയുന്നില്ല. നിന്റെ അമ്മയ്ക്ക് ഇവനെ സ്നേഹിക്കുന്നത് അറിയോ? ഇല്ല. നീ ഇപ്പോ കോഴ്സ് എന്തെങ്കിലും എടുത്തിരിക്കാം? പ്ലസ് ടു കഴിഞ്ഞു. മോളെ, നിന്റെ അമ്മ എന്നെ എത്ര കഷ്ടപ്പെട്ടാവും വളർത്തിയിട്ടുണ്ടാവുക. മോളെ ചെയ്തതൊക്കെ ശരിയാണ്. മോൾ അവനായിട്ട് ഇറങ്ങുമ്പോ അമ്മയെ ഓർത്തിരുന്നു. മോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി എന്നാ പറഞ്ഞ്? 2 കൊല്ലം. അമ്മയ്ക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോ? മോളീ ചെയ്തത് ശരിയാണെന്ന് ചേച്ചി പറയില്ല കേട്ടോ. അവന്റെ വിവരമില്ലായ്മക്കാ അവൻ മോളെ വിളിച്ചത്. മോളപ്പോ അമ്മയൊന്ന് ഓർക്കായിരുന്നു. ഇത്രയും കാലം ഒറ്റക്കാലം എന്നിട്ടല്ലേ ആ പാവം മോളെ വളർത്തിയിട്ടുണ്ടാവുക അല്ലേ? അമ്മയ്ക്ക് എന്താ ജോലി? അടുക്കള പണിക്ക് അല്ലേ? മോളെ, ഇന്നത്തെ കാലത്ത് ഇതുപോലെയൊക്കെ വരുന്നത് എന്തോരം തെറ്റാ. നിനക്കറിയാവുന്നതല്ലേ. എൻ്റെ അനിയനെ കുറിച്ച് എനിക്കറിയാം. ഓനൊരു കഥയില്ലാത്തവനാ. പക്ഷെ ഇതുപോലെ മോള് വേറെ ആരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയിരിക്കുന്ന നിശ, എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കാലം വലിയ മോശല്ലേ. ഒരുപാട് കേസുകൾ മോള് കാണുന്നതല്ലേ, പേപ്പറിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലൂടെയൊക്കെ. ഇതിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടേ നോക്കുന്നതാവില്ലേ കുറച്ചുകൂടെ നല്ലത്? ചേച്ചി, അമ്മേനെ കാണണം. അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാ ഞാൻ വന്ന, ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട്. അവനൊരു കഥയില്ലാത്തവനാ. അവൻ ഇന്ന് രാവിലെ കൂടി ഇവിടെ ചോറിന് തല്ലുടിയ ആളാ.
ആ അവനാണോ നീ ആത്മഹത്യ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ പോന്നത്? എന്റെ പൊന്നു മോളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർത്തിയുണ്ടാക്കുക. ഓരോ അരിമണി പെറുക്കി വെക്കുന്ന ഉറുമ്പുകളെ കണ്ടിട്ടില്ലേ? അതുപോലെയാ നിന്റെ മുടി വളരുന്നതും കാല് വളരുന്നതും കൈ വളരുന്നതൊക്കെ നോക്കിയിട്ട് അമ്മ കാത്തിരിക്കുന്നത്. എന്റെ പൊന്നു മോളിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകും. നാളെ അവനൊരു നല്ല ജോലിയായി നിങ്ങളുടെ ബന്ധം ഇങ്ങനെ നിലനിൽക്കണ്ടേശ ചേച്ചി വരും മോളെ വിളിക്കാൻ കേട്ടോ. ഇപ്പൊ എന്റെ പൊന്നുമോള് അവന്റെ കൂടെ പോയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് അമ്മയെ ഒന്നും അറിയിക്കാണ്ട് സന്തോഷമായിട്ട് നിൽക്കണം. പിന്നെ ആ പൊട്ടൻ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കേട്ടോ. പേടിക്കണ്ട. നിങ്ങളുടെ ബന്ധം 2-3 വർഷം കഴിഞ്ഞിട്ടോ നിലനിൽക്കാച്ച ചേച്ചി എന്തായാലും കുഞ്ഞിനെ കാണാൻ വരും കേട്ടോ. ഇനി ചിരിച്ചേ. ഞാൻ അവനെ വിളിക്കാം. അതോ ചേച്ചി ഉണ്ടാക്കി തരണോ വീട്ടില്? ശരി, മോളെന്തായാലും അകത്തേക്ക് വാ. വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അമ്മേ ദേ ഇവളെ ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ പോവാ. ഇവളെ വീട്ടിലേക്ക്. ഇവളെ അമ്മയുടെ അടുത്തേക്ക് പോണെന്നാ എന്നോട് പറഞ്ഞത്. ദേ നിക്കുന്ന കണ്ടോ അവനെ നീ? അവന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. ഈ ആളാണോ ആത്മഹത്യ ചെയ്യുന്നത് നീ പറഞ്ഞത്? നീ ആദ്യം നിന്റെ വീട്ടിൽ പോയി സമാധാനമായിട്ട് നിന്റെ അമ്മയുടെ കൂടെ കുറച്ചു നേരം ഇരിക്കുക. അപ്പൊ ഈ വിഷമവും സങ്കടവും ഒക്കെ പോകും. പിന്നെ നീ ഇനി അവളെ എങ്ങാനും കോളിയെ ഭീഷണിപ്പെടുത്ത എന്തെങ്കിലും ചെയ്ത പിന്നെ നീ ഇതിനുള്ള പുറത്താ. മോള് വിഷമിക്കണ്ട. അവൻ ഓരോ പ്രശ്നം നിനക്ക് ഉണ്ടാക്കില്ല കേട്ടോ. ഇപ്പൊ മോള് പോയിട്ട് അമ്മനായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. അമ്മേ ഇവരമ്മിൽ ഇഷ്ടത്തിലാ. ഒരു 3-4 വർഷം കഴിഞ്ഞ് ഈ സ്നേഹം ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവളെ തന്നെ കൊണ്ടുവരാം. എനിക്ക് ഇവളെ ഇഷ്ടായി, ഒരമ്മയെ പോലെ കേട്ടോ. അമ്മയ്ക്ക് മറ്റൊരു കാര്യം അറിയോ? ദേ ഈ കൊച്ചിനെ ഇന്നലെയാ 18 വയസ്സ് തികഞ്ഞത്. അവിടെ തികയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അവൻ. വിളിച്ചോണ്ടാനായിട്ട് സ്വന്തമായിട്ടൊരു ജോലിയോ എന്തെങ്കിലും ഉണ്ടോ മോളെ? ഇവനല്ല ഏതാണ് ഇതേപോലെ ആരോട് പറഞ്ഞാലും, മോളുടെ മുന്നിലാണെങ്കിലും ഇനി മോൾക്കാണെങ്കിലും അനുഭവം ഉണ്ടായാലും ഇതുപോലെ ഇറങ്ങിപ്പോവരുത് കേട്ടോ. അവനൊരു ജോലി ഉണ്ടോ, അവന് കുടുംബം എന്താണ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം മോളെ. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പറയുന്ന ഈ 2Kയുടെ കാല. ഇവരുടെ കയ്യിലൊക്കെ എന്താ ഉള്ളത് എങ്ങനെയുള്ളതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പൊട്ടന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഇത്തിരി വിവരമില്ലായ്മയുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഭീഷണിയൊക്കെ പെടുത്തിട്ട് മോളെ കൊണ്ടുപോകുന്നത്. മോളെന്തായാലും പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടി അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കൂടി സമാധാനമായിട്ട് ജീവിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അന്ന് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കിത് നടത്താം. അല്ലേ അമ്മേ? ആയിക്കോട്ടെ, ഇപ്പൊ പോയിട്ട് വരട്ടോ. ഞാനിതേപോലെ പോയിരുന്നെങ്കിൽ നീ സഹിക്കോടാ? സഹിക്കോ? ശരി ആയിക്കോട്ടെ, ബാ ആക്കിട്ട് വരാം.